പിന്നെ ചർച്ച ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ആരാണ് ഇതിന് പിന്നിൽ CPM മന്ത്രിമാരുടെ ചില സ്റ്റാഫുകൾ കൂടി ഇതിനകത്ത് പങ്കെടുത്ത് പറഞ്ഞ് ഇപ്പം പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിലുള്ള പങ്കിലെന്ന് ചെയർമാൻ പറഞ്ഞു. ഇത് ആരാണ് ഇത് പ്രവർത്തിച്ചത്? ആരാണ്? അല്ല, ഞാൻ ചോദിച്ചത് CPM-ന്റെ അവിടെയുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് എന്തു പ്രയോജനം അവർക്ക്? ഞങ്ങളെ അപ്പുറത്തോട്ട് വിടാണ്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറയുകയാണ് ഞങ്ങൾ UDF-ലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ 5 MLA-മാർ കേരള കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും പോവില്ല, ഞങ്ങളുടെ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഇവിടെ ഇരുന്ന് ചോദിച്ചു. അത് നിങ്ങൾക്കേ പരിഹരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ തിരുത്തി പറയാന്നുള്ളതാണ്. അതൊക്കെ ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിക്ക്, ഞങ്ങളുടെ പ്രവർത്തകർക്ക്, ഞങ്ങളുടെ വിശ്വാസം ഇത്രയും ആൾക്കാർ ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ലീഡേഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്രീം ഓഫ് കേരള കോൺഗ്രസ് പാർട്ടിയാ. അവർക്ക് സംശയമില്ലല്ലോ. പിന്നെ എന്താ എന്തോ 13 സീറ്റല്ല, അതിൽ കൂടുതൽ 1 or 2 കൂടുതൽ ലഭിക്കണമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതിന്റെ ചർച്ച വന്നു, ആവശ്യപ്പെടും. പക്ഷെ നമുക്ക് ലഭിക്കണോ ഇല്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഞാൻ മത്സരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പാർട്ടിയെല്ലാം തീരുമാനിക്കട്ടെ. ഇന്ന് ഞങ്ങൾ ചോദിച്ചു, ഓരോ ജില്ലാ പ്രസിഡന്റുമാരോട് ചോദിച്ചു ഏത് സീറ്റാണ് ഓരോ ജില്ലയിൽ വേണ്ടത്. ചില ജില്ലകളിൽ വേണ്ട എന്ന് പറഞ്ഞു, കാരണം വിജയസാധ്യത കുറവായിരിക്കും. മറ്റു ജില്ലകളിൽ വേണം. മറ്റു ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ആ സീറ്റ് ഞങ്ങൾക്ക് തന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാലക്കാട് വളരെ ശക്തമായിട്ട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ജയിച്ചേനെ. ഇഞ്ചി കുശലൻ ഇഞ്ചി അവിടെ ഉണ്ട്. അതെ, ഏതായിരിക്കും മനസ്സിലായി? അല്ല, അത് സ്വീകാര്യതയുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. സ്വീകാര്യത നമ്മൾ ചുമ്മാ വെറുതെ ഒരു കയ്പുണ്ടാക്കുകയല്ലോ. ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളല്ല, ഇതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ. ഞങ്ങൾ ഇതൊക്കെ ഇടപെടുമ്പോഴും വെറുതെ ഒരു വിഷയം പറഞ്ഞിട്ട് ഞങ്ങൾ പോവല്ലോ. ആ വിഷയത്തിൻ്റെ പുറകെ നിന്ന് അതിനൊരു പരിഹാരം കാണുന്നത് വരെയല്ലേ. അല്ലാതെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത്? എവിടെയെങ്കിലും റബ്ബറിൻ്റെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത്? കടൽക്കരത്തെ സമരം നടത്തി പോവാണ്. അതിന് പരിഹാര മാർഗം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. എന്തോ തദ്ദേശ സ്വയംഭരണ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനത് തുറന്നു പറയുകയല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ പെർഫോമൻസ് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട്. അത് LDF-ഉം പുറകോട്ട് പോയിട്ടുണ്ട്. അത് ശരിയല്ലേ? പക്ഷേ ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് എടുക്കുമ്പോൾ 7-7 നിൽക്കുന്നത്. 7 ജില്ല അപ്പുറത്തും 7 ജില്ല ഇപ്പുറത്താണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോട്ടയം ഇപ്പം ഏറ്റവും അവസാനം സംസാരിക്കാൻ പോകുന്നത് പാലായെ പറ്റിയാണ്. ഇത് പാലായിൽ ഞാൻ മുഴുവൻ പറഞ്ഞില്ല. പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം 44 ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയുമ്പോഴും ആൻറ്റി ഇൻകമൻസി സ്വാഭാവികമായിട്ട് കുറച്ച് വരും. 47 സീറ്റ് ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ കോട്ടയം ജില്ലയിൽ ഞങ്ങൾ 5 കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചത് 4 അതിൽ ഒരെണ്ണം അത് ഇലക്ഷൻ കേസിലേക്ക് പോയിരിക്കുക. ഒരെണ്ണം 130 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതെ, കാഞ്ഞിരപ്പള്ളിയോട് ഇരിക്കുന്നത്. അത് കൗണ്ട് ചെയ്ത തെറ്റുണ്ടായിരുന്നു. അതുമാത്രമല്ല, പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം പാലാ മേഖലയുള്ള നിയമസഭാ മണ്ഡലത്തിൽ 3 ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിച്ചത്. എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങുന്ന ആ ബ്ലോക്കിൽ 3 ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഇച്ചിരി പുറകോട്ട് പോയി. ഇത് ഇപ്പോൾ കടുത്തുരുത്തി പറയും, ഞങ്ങൾ 2128 പാലാ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടിന് മുന്നിലാണ്. കടുത്തുരുത്തിയിൽ പറഞ്ഞു, കടുത്തുരുത്തി ജില്ലാ പഞ്ചായത്തുകൾ പരാജയപ്പെട്ടു. പക്ഷെ ഗ്രാമപഞ്ചായത്തുകൾ എടുത്തു നോക്കുമ്പോൾ 3300 വോട്ട് ഞങ്ങൾ പുറകോട്ടാണ്. പക്ഷെ ഒരു പഞ്ചായത്തിൽ, മാഞ്ഞൂർ പഞ്ചായത്തിൽ ഞങ്ങൾ 3000 വോട്ട് പുറകോട്ട് പോയി. ബാക്കി പോയത് 1-2 സ്ഥലത്ത് പോയതാ. അപ്പം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എവിടെയാ? മാഞ്ഞൂർ പഞ്ചായത്തിൽ. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പാർലമെന്റിലൊക്കെ മെച്ചപ്പെട്ടു.